ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ പൊതുവെ വീക്കെൻഡിലാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. റെയർ ആയിട്ട് നമ്മൾ വീക്ക് ഡേയ്സിൽ വീഡിയോ എടുത്തിട്ടുള്ളൂ അല്ലേ. അപ്പം ഇതൊരു വെനസ്ഡേ ആണ്. അപ്പൊ എനിക്ക് ഓഫാണ്. അച്ഛൻ ഇന്ന് കോളേജിൽ പോകണമായിരുന്നു. ഉച്ചയ്ക്ക് പോയാൽ മതിയോ? ഉച്ചയ്ക്ക് പോയാൽ മതി. ഉച്ചയ്ക്ക് പോയാൽ മതി. അമേലിയ ഞങ്ങൾ സ്കൂളിൽ വിടാൻ പോവാണ്. അമേലിയ റെഡിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു. ഇവിടെ എൻ്റെ പുറകിൽ ഒരാൾ ഇരിപ്പുണ്ട്. ഒരു രക്ഷയില്ല കൈസ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് എത്തിയേക്കുവാണ്. ഇങ്ങനെ ഇരിക്കുക. അപ്പം അതൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണ്. വെതർ വലിയ കുഴപ്പമില്ല. ഇന്ന് ചെറുതായിട്ടൊന്ന് മൂടി കിടക്കുവാണ്. പക്ഷേ വെയിലുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് കുറേ പരിപാടിയുണ്ട് കേട്ടോ. എനിക്ക് കുക്കിംഗ് ഉണ്ട്. നമ്മൾ ഞായറാഴ്ച കുക്ക് ചെയ്തതാണ് 2 ദിവസത്തേന്. ഇന്ന് വെനസ്ഡേ ആണ്. അപ്പം ബാക്കി 2 ദിവസത്തേനുള്ള കുക്കിങ്. പിന്നെ കുറേ അലുകുലത്ത് പരിപാടിയുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്തു. അതെല്ലാം വന്നിരിപ്പുണ്ട്. ഇതുവരെ അതൊന്നും എടുത്ത് വെക്കാനായിട്ടുള്ള സമയം കിട്ടിയില്ല. പിന്നെന്തോ അങ്ങനെ കുറേ അല്ലറ ചില്ലറ പണികൾ. അപ്പോൾ പറ്റുന്നതൊക്കെ വീഡിയോ ആയിട്ട് എടുക്കാം. അമേലിയയുടെ ബാഗ് ദേ ഇവിടെ റെഡിയായി. ആഞ്ചല ദേ ഇങ്ങനെ ഇരിക്കുവാണ്. മടിയാണല്ലേ. വെനസ്ഡേ ആകുമ്പോ ചോദിക്കും മമ്മ ഞാൻ സ്കൂളിൽ പോണോന്ന്. കാരണം വെനസ്ഡേ എന്റെ കൂടെ ഇവിടെ ഇരിക്കാനാണ് താല്പര്യം. അതെ രാവിലെ തന്നെ വൈറ്റമിൻ ഡി. ബാഗ് എടുത്തോ മുത്തേ. അതിലാക്കി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് കൊടുക്കാം. അപ്പൊ അച്ഛൻ അമേലിയ സ്കൂളിലോട്ട് കൊണ്ടുവിടും. നടന്നല്ലേ പോന്നെ? ഹഗുമ്മയൊന്നും ഇല്ലേ? ഫുഡ് കഴിക്കണേ. ബൈ ബേബി. ഞാനിവിടെ അമേലിയെ വിട്ടിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഒരാൾ കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഇപ്പൊ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തല്ല, കുക്കിംഗ് കഴിഞ്ഞു. അച്ചായൻ പോട്ട് വന്നപ്പോഴത്തേക്കിന് ഞാൻ ചോറും പരിപ്പും ഓൾറെഡി വെച്ചായിരുന്നു. പിന്നെ കുറച്ച് ബീട്രൂട്ട് പറിച്ചിട്ട് തോരൻ വെക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അത് നടന്നില്ല. കാരണം അച്ഛൻ ഒരു ഫ്രണ്ടിനായിട്ടാണ് വന്നത്. അങ്ങോട്ട് നടന്നു പോയ ആൾ ഇങ്ങോട്ട് കാറിലാണ് വന്നത്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പോയി പറിക്കാനൊന്നും സമയം കിട്ടിയില്ല. അപ്പം ഞാൻ ലേറ്റ് ആവണ്ടെന്ന് വെച്ചിട്ട് അച്ഛൻ 1 മണിക്ക് പോകാൻ വേണം. കിഴങ്ങുണ്ടായിരുന്നു, അത് മെഴുക്കൂട്ടി വെച്ചു. അപ്പം ഞങ്ങൾക്ക് ഇനി മീൻകറി ഉണ്ട് കേട്ടോ. അപ്പം പരിപ്പ്, കിഴങ്ങ് മെഴുക്കൂട്ടി, ചോറ്. പിള്ളേർക്ക് പിന്നെ ഫ്രൈഡ് റൈസും ഉണ്ട്. അതെ, അവർക്ക് ഇന്നലെ അച്ഛൻ വൈകിട്ട് ഫ്രൈഡ് റൈസ് വെച്ചായിരുന്നു. ഇനിയിപ്പം ഇവിടെ ഒരു മെസ്സുണ്ട്, അത് ക്ലീൻ ചെയ്യണം. അതാണ് അടുത്ത പരിപാടി. ഞാൻ കാണിച്ചു തരാം. അച്ഛൻ അതൊരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അങ്ങനെ ദേ ഇവിടെ ഒരാൾ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇവിടെ ഫുള്ള് മെസ്സായിരുന്നു. നമുക്കൊരു ബേബിയും കൂടെ വന്നായിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്തു ഞങ്ങളുടെ പ്ലേ പെൻ അല്ലേ അച്ഛാ? ഇത് എല്ലാവരോടുമായിട്ട് ഞാൻ പറയുക കേട്ടോ. നമുക്ക് ഒരിക്കലും ഐഡിയൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഹോം ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാനൊന്നും പറ്റത്തൊന്നുമില്ല. പ്രത്യേകിച്ച് നമുക്ക് പിള്ളേരുണ്ടെങ്കിൽ ഇതെല്ലാം ഇങ്ങനെ ആയിരിക്കും. നമ്മുടെ ഹോം ടൂറും അല്ലാന്നുണ്ടെങ്കിൽ വ്ളോഗ് ഒക്കെ കണ്ടിരിക്കുന്ന ആൾക്കാർ ഒരു പക്ഷേ വിചാരിക്കും എപ്പോഴും നമ്മുടെ വീട് ഇങ്ങനെ നീറ്റ് ആൻഡ് ഐഡിയ ആയിട്ടാണ്. ഇവിടെ ഒരു എന്നാ പറയുന്നത് മെസ്സിങ്ങും പരിപാടിയൊന്നുമില്ല. പിള്ളേരെല്ലാം എടുത്ത് അവർ നല്ല പിള്ളേരാണ്. എല്ലാം അടുക്കിപ്പെറുക്കി വെക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അവർ കളിക്കുന്ന സമയത്ത് ഇതൊക്കെയാണ് ഇവിടുത്തെ സീന്. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ അടുക്കി വെക്കും. പിന്നെ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യും. നമ്മളെല്ലാവരും കൂടെ അടുക്കിപ്പെറുക്കി എല്ലാം വെക്കാറുണ്ട്. ഇത് അവരുടെ ഒരു നോർമൽ ലൈഫാണ്. ഈ ഒരു സംഭവം ഇപ്പോൾ അവർക്ക് അനുവദിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇനി ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞ് അവരൊരിക്കലും ഇത് ചെയ്യാൻ പോകുന്നില്ല. അപ്പം ഇത് നമ്മൾ നോർമലായിട്ട് അങ്ങ് അംഗീകരിച്ചാൽ മാത്രം മതി. എപ്പോഴും ഇങ്ങനെ ഇടാൻ പറ്റത്തില്ല. അത് അടുക്കി വെക്കണം. പക്ഷെ ഇതൊക്കെയാണ് ലൈഫ്. ഇത് കണ്ടോ, ഇതിനകത്ത് കുറേ സാധനങ്ങളുണ്ട്. അതുകൂടാതെ ഞങ്ങളുടെ സ്റ്റോർ റൂമിൽ വലിയ 2 ബോക്സിലാണ് ഇവരുടെ ടോയ്സ് പിറക്കി ഞങ്ങൾ വെച്ചേക്കുന്നത്. എല്ലാം എടുത്തിടണ്ടെന്ന് വെച്ചിട്ട്. അതുകൂടാതെ മേളിൽ നമ്മുടെ കബോർഡിൽ ഇവർക്ക് കുറേ ഗിഫ്റ്റ് കിട്ടിയ സാധനങ്ങൾ പൊട്ടിക്കാത്തത് എടുത്തു വെച്ചിട്ടുണ്ട്. ഈ വിച്ചിന്റെ ബാഗ് കണ്ട് പുള്ളിക്കാർ തന്നെ ഇരുന്ന് വരച്ചാണ് കേട്ടോ. ഓൾമോസ്റ്റ് ഇതേ സിമിലർ ആണ് കേട്ടോ. അമേലിയയുടെ ഏജിൽ എന്നാ പറയുന്നത്, അത് വരയ്ക്കാന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അല്ലേ? പുള്ളിക്കാരി അങ്ങനെയാണ്. ഇടയ്ക്ക് ചില കളറിങ്, ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും പരിപാടികൾ, ഡെക്കറേഷൻ അങ്ങനെയൊക്കെയാണ്. അതെ. അപ്പോൾ അത് ഞങ്ങൾ ഇനി ഇതെല്ലാം ഒന്ന് പറക്കി വെക്കട്ടെ. അതിനുശേഷം കുറച്ച് തുണി മടക്കാനുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച സാധനങ്ങളെല്ലാം ഇരിപ്പുണ്ട്. അതെല്ലാം പെറുകി അതിൻ്റെതായ സാധനങ്ങളിൽ വെക്കണം. അതിനൊക്കെ ഓരോ സ്ഥലങ്ങൾ നമ്മൾ കണ്ടെത്തും. അതെ. പിന്നെ അച്ഛൻ 1 മണിക്ക് പോകണമെന്ന് പറയുന്നു. ഞാനൊന്ന് ആഞ്ഞു പിടിച്ചാൽ ചിലപ്പോൾ പോകത്തില്ലായിരിക്കും. എന്നെ സ്കൂളിൽ വിടത്തില്ലേ? ഞാൻ പറയാം. മക്കളെ എല്ലാ സ്കൂളിൽ വിട്ടല്ലോ, എന്നെ വിടത്തില്ലേ? നോക്കട്ടെ. അങ്ങനെ അച്ഛൻ്റെ ദൗത്യം അച്ഛൻ നല്ല ഭംഗിയായിട്ട് നിർവഹിച്ചു. കിതയ്ക്കുന്നല്ല, ഒരു വിധമൊക്കെ അടുക്കി വെച്ചു ഗൈസ്. ഇനിയിപ്പം നാളെ വീണ്ടും ഇതൊക്കെ തന്നെ ആയിരിക്കും അവസ്ഥ. അപ്പൊ നമ്മൾ അതെ, അമേലിയ വരുമ്പോൾ അമേലിയക്ക് ഒരു കളറിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സാരമില്ല, വാരിയിടട്ടെ, നമുക്ക് ഒതുക്കാം. വീണ്ടും ഒരു വാരിയിട്ട് നമുക്ക് വീണ്ടും ഒതുക്കാം. ആണോ? എന്റെ കൊച്ചു ഹെൽപ്പ് ചെയ്ത മമ്മായെ. ഗുഡ് ഗേളാ. എന്റെ കൊച്ചിനെ തുണിയൊക്കെ മടക്കാൻ അറിയാം. അങ്ങനെ അടുത്ത ഒരു പരിപാടിയും കൂടെ കഴിഞ്ഞു ഗൈസ്. ഞങ്ങൾ ആഴ്ച 2 പ്രാവശ്യമാണ് അലക്കുന്നത്. ചിലപ്പോൾ 3 പ്രാവശ്യം അല്ലേ അച്ഛാ? വീക്കെൻഡും പിന്നെ ഒരു വെനസ്ഡേ നമ്മൾ അലക്കും.
ഇനി ഇത് പറക്കി വയ്ക്കുന്നത് വേറെ പണിയാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. അങ്ങനെയൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പിള്ളേരുടെ താണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും സാധനം എടുത്തോണ്ട് വരാൻ പറഞ്ഞാൽ അവർക്കൊരു കൺഫ്യൂഷൻ ഇല്ല. കാരണം ഇന്ന സാധനം ഇന്നടുത്താന്ന് അവർക്കറിയാം, അത് അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലേസ് മാറത്തുമില്ല. ഇന്നലെ എൻ്റെ ഹസ് പുല്ലെല്ലാം വെട്ടി ഗൈസ്, ഞാനത് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് കണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയും പിന്നെയും പറയുന്നത് ഞാൻ പുല്ല് വെട്ടിയെന്ന് ഞാനതൊന്ന് കാണാൻ ഇറങ്ങിയതാണ്. പക്ഷേ അച്ഛൻ പുല്ല് വെട്ടിയ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സൈഡൊന്നും അച്ഛനൊന്ന് ഷേപ്പ് ചെയ്ത് വിടത്തില്ല. ഇനിയിപ്പോൾ അതെൻ്റെ പണിയാണ്. ഇത് കണ്ടോ, ഞങ്ങളുടെ ചെറിയുടെ മരത്തിലൊന്നും ഒരില പോലും ഇല്ല. ഞങ്ങളുടെ പഴയ ഗാർഡൻ ടൂറൊക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം ഇതിനകത്ത് ശരിക്കും നന്നായിട്ട് ചെറി പിടിക്കുന്നതാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ എന്നാ പറയുന്നത് പ്ലം ആണ്. കഴിഞ്ഞ പ്രാവശ്യം കുറവായിരുന്നു അല്ലേ അച്ഛാ? എന്നാലും കിട്ടി കുറച്ചൊന്നുമില്ല, 5-6 എണ്ണം കണ്ടേ. അത് കിട്ടി, അതല്ലേ കുറവ്. അതിൽ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ഒത്തിരി ഉണ്ടെന്ന് പറയും. ഇതാണ് ഞങ്ങളുടെ ആപ്പിൾ ട്രീ, വിവാദമായ ആപ്പിൾ ട്രീ. അതെ, അതിന്റെ ഷോർട്സ് ഒക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം. ഇത് കണ്ടോ, അതിനകത്ത് ചെറിയ ഇലയൊക്കെ മുട്ടിട്ട് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് ഇലയെല്ലാം പിടിച്ച് പൂവൊക്കെ ഇട്ട് അതിനകത്ത് ആപ്പിളൊക്കെ ഉണ്ടാവും. ഇതെനിക്ക് പ്ലം ആണെന്ന് തോന്നുന്നു ഗൈസ്. ഞങ്ങൾക്ക് ഇവിടെ പണ്ടൊരു സൺഡേ മാർക്കറ്റ് ഉണ്ടായിരുന്നു, അവിടുന്ന് വാങ്ങിച്ച പ്ലം നല്ല ടേസ്റ്റ് ആയിരുന്നു. അത് കഴിച്ചിട്ട് അതിൻ്റെ കുരു ഇട്ട് വീടിനകത്ത് മുളപ്പിച്ചിട്ട് ഞാൻ ഇവിടെ നട്ട് വെച്ചു. പക്ഷേ ഇതുവരെ ഇതിനകത്ത് പ്ലം ഒന്നും ഉണ്ടായില്ല. ഞാൻ പക്ഷേ ഗൂഗിളിൽ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഇത് പ്ലം ആണെന്നാണ് പറയുന്നത്. ആണെങ്കിൽ നല്ല കാര്യം. ഇപ്രാവശ്യം ഞാനൊന്ന് കോതി വിട്ടിട്ടുണ്ട്. ഞാനിത് നോക്കുമായിരുന്നു വെച്ചാൽ നല്ല ഭംഗിയുണ്ടല്ലേ, രസമുണ്ടല്ലേ. ഇത് തന്നെ വിളിച്ചെന്നാ എന്നാണാവോ ഇത്? ചൊറിയൊന്നുമല്ലോ അല്ലേ? അപ്പൊ എല്ലാം ഇങ്ങനെ കുളമായി കിടക്കുവാണ് ഗൈസ്. ഇന്ന് ഈ ബീട്രൂട്ട് പറിച്ച് തോരൻ വെക്കാന്നാണ് വിചാരിച്ചത്, പക്ഷെ സമയം അനുവദിച്ചില്ല. അതെ, ഇത് പറിച്ച് തോരൻ വെക്കണം കേട്ടോ. ഈ വർഷത്തെ വിളവെടുപ്പാണ് ഗൈസ്, ഞങ്ങളത് പറിച്ചില്ല. ഇനിയിപ്പം ഇന്നോ നാളെയൊക്കെ ആയിട്ട് പറിക്കാത്തതുകൊണ്ട് എന്നെ ഒന്ന് പറിക്കുമെന്ന് കരുതിയതേ, ബീട്രൂട്ടൊക്കെ തന്നെ മണ്ണിന് വെളിയിലേക്ക് പൊങ്ങി വരുവാണ്. അതെ, ഇനിയിപ്പോ നമ്മുടെ ആ സൈഡ് ഒന്ന് അടിച്ചു വാരണം. ഇച്ചിരി പായലും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. എന്തോ ഒന്ന് നോക്കിക്ക് ആ സൈഡ്. ഗുഡ് ബോയ് ഡാടാ, ഗുഡ് ബോയ്. അല്ല, ഞാൻ കഴിഞ്ഞ വെനസ്ഡേ വിചാരിച്ച ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന്. ഫുള്ള് പായലായിരുന്നു. അച്ഛൻ ഇതുവഴിയാണ് ബിന്നൊക്കെ വെക്കാനായിട്ട് പോകുന്നത്. കാലും എല്ലാം തെന്നുവെന്നൊക്കെ വെച്ചിട്ട് ഞാനിങ്ങനെ എൻ്റെ പ്ലം അലക്സ അടുത്ത് തന്നെ പറഞ്ഞ് ഡാൻസ് കളിക്കണോ കൊച്ചേ? ആണോ? ഗുഡ് ഗേള്. 2 ആഴ്ചയായി സാധനങ്ങളെല്ലാം വിളിക്കാൻ തുടങ്ങിയിട്ട്. ടിമോയിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങളാണ്. ചിലര് ടെമൂന്ന് പറയും, ടീമൂന്ന് പറയും. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് വെച്ചാൽ? ഇവിടെ ഐറിഷുകാരൊക്കെ ടീമൂന്നാ പറയുന്നത്, നമ്മുടെ നാട്ടുകാർ ടെമൂന്ന് പറയും. അപ്പൊ ജസ്റ്റ് ക്വിക്കായിട്ട് ഞാനൊന്ന് കാണിക്കാം. എല്ലാം മലപ്പുറത്തെ സാധനങ്ങളാണ് ഗൈസ്. വളരെ കുറച്ച് പൈസക്കുള്ളതാണ് വാങ്ങിച്ചത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മേക്കപ്പ് ചെയ്യുന്ന ബ്രഷൊക്കെ ഇല്ലേ, അതൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചൊരു ക്യൂട്ട് സാധനമാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞാൻ ഹാപ്പിയാണ് ഇതിൽ. ഹാപ്പി അല്ലാത്തത് ഞാൻ ഹാപ്പി അല്ല എന്ന് പറയും. ഇത് ദേ ഒരു 4 എണ്ണം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പം ഞാൻ ഈ സാധനം ഉണ്ടല്ലോ, ഈ ലാഫിംഗ് ബുദ്ധയ്ക്ക് ഒരു കമ്പനി വേണമെന്ന് കുറച്ച് നാളായിട്ട് ഞാൻ വിചാരിക്കുവാണ്. അപ്പോൾ ഇതിവിടെ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ച സാധനമാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് അത് കാണാൻ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇതേ ചെറിയൊരു സാധനം കൂടെ വെച്ചു. ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. ചേച്ചിയുടെ വലിപ്പം കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു, പക്ഷെ ചെറുതായി പോയി. കാരണം ഞങ്ങൾക്ക് അതുപോലത്തെ വേറെ ഒരെണ്ണം ഉണ്ട് ഇവിടെ. അതെൻ്റെ ഒരു ഫ്രണ്ട് റൊമേനിയയിൽ പോയിട്ട് വന്നപ്പം പുള്ളിക്കാരി എനിക്ക് ഒരു 7 വർഷം മുമ്പ് തന്ന സാധനമാണിത്. ഈ സ്ട്രോബെറിയുടെ അതിനൊരു കൂട്ട്. പക്ഷെ രസമുണ്ടല്ലേ അത് രണ്ടും കൂടി ഇരിക്കുന്ന കാണുമ്പോൾ. ഇത് നമുക്ക് ലെറ്റർ ഒക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നാളായിട്ട് വിചാരിക്കുവാണ് കേട്ടോ, ഒരു ബോക്സ് പോലെ സംഭവം വേണമെന്ന്. അപ്പോൾ നമുക്കിത് നമ്മുടെ സ്ഥലത്ത് വെച്ചേക്കാം. അത് നമ്മളിവിടെ വെച്ചു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനമൊന്നുമല്ല ഞാൻ വാങ്ങിച്ചത്. ഇതൊക്കെ ആവശ്യമായിട്ട് തോന്നി കേട്ടോ, കാരണം ലെറ്റേഴ്സ് ഇങ്ങനെ ഇവിടെ കൊണ്ടുവച്ചേക്കുമായിരുന്നു. ഇതാകുമ്പോൾ ഒതുങ്ങി അവിടെ ഇരുന്നോളൂ. ഇത് ഞാൻ ഇങ്ങനെ ഫേസ്ബുക്കിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോഴോ പോയപ്പോൾ കണ്ടതാണ് കേട്ടോ കവറുകൾ. അപ്പോൾ അത് കാരണം ഞാൻ വിചാരിച്ചു ഒരു സെറ്റ് വാങ്ങിച്ചു നോക്കാം. നമുക്ക് ഈ ക്രിസ്മസ് ഒക്കെ വരുമ്പോഴാണെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനായിട്ട് നല്ല കവറല്ലേ. അതുപോലെ നാട്ടിൽ പോകുമ്പോഴാണെന്നുണ്ടെങ്കിലും ആർക്കെങ്കിലും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ നല്ല കവറാണ്. ഇത് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് വളരെ ചീപ്പായിട്ടുള്ള പ്രൈസിലാണ് കിട്ടിയത്. എനിക്കൊരു സൂംബയുടെ ടീഷർട്ട് വേണമായിരുന്നു. ഞാനൊരു സൂംബ ടീഷർട്ട് വാങ്ങിച്ചു. ഇത് പിള്ളേർക്ക് ഇങ്ങനെ നെയിൽ പോളിഷ് ഒക്കെ ഇട്ട് അതിൻ്റെ മുകളിൽ ചുമ്മാ ഒട്ടിച്ച് വെക്കാനായിട്ടുള്ള ചില സാധനങ്ങളാണ്. നെയിൽ ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ. പിന്നെ ഇത് സ്ട്രോ ആണ്. സമ്മറൊക്കെ വരുവാണ്, അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ജ്യൂസ് ഒക്കെ കൊടുത്തിട്ട് ഇത് കൊടുക്കുമ്പോൾ പിള്ളേർക്കൊരു സന്തോഷം. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സാധനം വാങ്ങിച്ചു. അതിലൊക്കെ ഞങ്ങൾ ഹാപ്പിയാണ് കേട്ടോ. ഞങ്ങൾ ബക്കറ്റാണ് ഉദ്ദേശിച്ചത്. തിരിച്ചടവന്നെ ഞങ്ങളൊരു ബക്കറ്റ് വാങ്ങിച്ചാണ് ഗൈസ്. പക്ഷെ ഞങ്ങൾ വിചാരിച്ച അത്രയും സൈസ് ബക്കറ്റിനില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇച്ചിരി വലുതായിരിക്കും. അച്ഛനും അങ്ങനെയല്ലേ? ഞാൻ ഇച്ചിരി വലുപ്പം കാണുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ കുഴപ്പമില്ല. ബീച്ചിലൊക്കെ പോകുമ്പോൾ പിള്ളേർക്ക് കൊണ്ടുപോകാം. കുഞ്ഞുങ്ങളുടെ ബ്രഷും പേസ്റ്റും ഒക്കെ വെക്കാനായിട്ട് ഒരു സാധനം വാങ്ങിച്ചു. നമുക്ക് പഴയ ഒരു സാധനം ഉണ്ടായിരുന്നു,
അത് കഴിഞ്ഞിടയ്ക്ക് അതിന്റെ വാക്കം പോയിട്ട് താഴെ വീണു അല്ലേ അച്ഛാ? ഞങ്ങൾക്ക് ഇല്ലായിരുന്നു ഗൈസ്. അപ്പൊ ഞങ്ങൾ ഇത് രണ്ടെണ്ണം വാങ്ങിച്ചു. നല്ല ക്യൂട്ട് 2 സോപ്പ് ഡിഷ് വാങ്ങിച്ചു. ഞാൻ സോപ്പ് യൂസ് ചെയ്യാറില്ല, അഞ്ചല അമ്മയിലായി സോപ്പ് യൂസ് ചെയ്യാറില്ല. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് പിയേഴ്സ് സോപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പം 2 വാഷ്റൂമിലും സോപ്പ് വയ്ക്കാനായിട്ട് 2 സോപ്പ് ഡിഷ് വാങ്ങിച്ചു. എന്റെ കോമളമായ ചർമ്മം സംരക്ഷിക്കണ്ടേ വെച്ചു. അത് ശരിയാ. പിന്നെ ഈ സാധനമെല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. ഞങ്ങള് കുറെയൊക്കെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ, നമ്മുടെ ഷാംപൂ, കണ്ടീഷണർ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വയ്ക്കാനായിട്ട് ഈ ഒരു ബാഗ് ഞാൻ വാങ്ങിച്ചു. അത്യാവശ്യം സൈസ് ഉണ്ട് കേട്ടോ. പിങ്ക് കളറാണ് വാങ്ങിച്ചത്. വാങ്ങിച്ചതിൽ ഞാൻ ഹാപ്പി അല്ലാത്തത് 2 തിങ്സ് ആണ് ഗൈസ്. ഈ 2 എണ്ണം ഇത് ബില്ലൈനറാണ്, പക്ഷെ ഇതിനെ ഒട്ടും കട്ടിയില്ല, ക്വാളിറ്റി കുറവാണ്. ക്വാളിറ്റി കുറവാ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എന്നാലും ഞാൻ യൂസ് ചെയ്യും. പിന്നെ ഇത് നമ്മള് ഫുഡൊക്കെ കവർ ചെയ്ത് വെക്കാൻ വേണ്ടിട്ട് ഇത് കണ്ടോ, കുക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഷെഫ്മാരൊക്കെ ഉപയോഗിക്കുന്ന കൂട്ട്. പക്ഷെ അവരത് എഴുതിയേക്കുന്നത് എന്തുവായിരുന്നു വെച്ചാൽ, അവരെഴുതിയിരിക്കുന്നത് ഫുഡ് കവർ ചെയ്ത് വെക്കാനുള്ള സാധനമായിട്ടാണ്. അത് ക്ലിങ് ഫിലിമിന് പകരമായിട്ട് നമുക്ക് ഫുഡൊക്കെ റാപ്പ് ചെയ്ത് വെക്കാനോ അല്ലെങ്കിൽ കവർ ചെയ്ത് വെക്കാനുള്ള സാധനമായിട്ടാണ് അവർ തന്നിരിക്കുന്നത്. പക്ഷേ അത് ക്വാളിറ്റി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒത്തിരി ക്വാളിറ്റി ഒന്നുമില്ല, എന്നാൽ കുഴപ്പമില്ല, അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ ഇതെല്ലാം ഡിസ്പോസിബിൾ ആണ്. ഇതുപോലത്തെ ഇതിലൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം, വലിയ കുഴപ്പമില്ല. നമുക്ക് വലുതായിട്ടൊന്നും പാത്രങ്ങളൊന്നും കവർ ചെയ്യാൻ പറ്റത്തില്ല, ഇതുപോലത്തെ ഒക്കെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഇതെല്ലാം കറക്റ്റ് മേളിൽ കൊണ്ടുപോക്കാം അല്ലേ അച്ഛാ? നമ്മൾ ഒരു സാധനം കാണിച്ചില്ലേ, എന്താണ് മൊത്തേ ഈ ഡോക്യുമെന്റ്സ് ഒക്കെ വെക്കുന്ന ബാഗ്. അത് വലിയ ഗുമൊന്നുമില്ല ഗൈസ്, വേണമെങ്കിൽ കാണിക്കാം അല്ലേ. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഉള്ള ഡോക്യുമെന്റ്സ് ഒക്കെ വെക്കാനായിട്ടാണ്. പിക്ചറിലുണ്ടല്ലോ ഭയങ്കര ഗുമ്മാണ് ഗൈസ്, ഭയങ്കര ഗുമ്മെന്ന് പറഞ്ഞാൽ അടാറ് ഗുമ്മാണ്. പക്ഷെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നും തോന്നിയില്ല. പക്ഷെ നമുക്ക് യൂസ് ചെയ്യാം, അതുകൊണ്ട് ഞാൻ പിന്നെ റിട്ടേൺ ചെയ്തില്ല. പിന്നെ ഇവിടെ ലോക്കൊക്കെ ഉണ്ട് കേട്ടോ, ഭയങ്കര സെറ്റപ്പാണ്. ഞങ്ങളിത് തിരിച്ചു കൊടുക്കുന്നില്ല, യൂസ് ചെയ്യുക. അത് ഏറ്റവും മേളിൽ ഞങ്ങൾ കയറ്റി വെച്ചു കേട്ടോ. നമുക്ക് എന്നും വേണ്ട സാധനമല്ലല്ലോ. പിന്നെ ആ ഇരിക്കുന്ന ടവല് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ടിമുവിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. എത്രണ്ണം ഉണ്ടായിരുന്നു വെച്ചാൽ 6 ഉണ്ടായിരുന്നു. പക്ഷെ നല്ല കേട്ടോ, നല്ല സോഫ്റ്റ് ആണ് സംഭവം. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അയ്യോ, പിന്നെ ഞങ്ങളുടെ സെറ്റിയിൽ ഇടാനായിട്ട് ഞങ്ങൾ കവർ വാങ്ങിച്ചു കേട്ടോ. അത് നമ്മളൊരു ടൈം ബീങ്ങിന് വേണ്ടിയിട്ട് ഒത്തിരി നാൾ അത് ഇടുന്നില്ല. പക്ഷേ ഇപ്പം അങ്ങ് അവരവിടെ നിന്ന് പിള്ളേരിന്ന് കഴിക്കുകയും പറക്കുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് അല്ല, ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചിട്ടെന്നേ ഉള്ളൂ. അച്ചാൻ്റെ ബ്രഷും ഒക്കെ വയ്ക്കാനായിട്ടുള്ള ആ സംഭവമില്ലേ, അത് ഇവിടെ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇവിടെ നമുക്ക് അമേലിയയ്ക്കും ആഞ്ചലായ്ക്കും കൈ എത്തുന്ന രീതിയിൽ തന്നെ ഒന്നും ഇളക്കാതൊക്കെയാണോ ഞാനത് ഇളക്കി വെച്ചിരുന്നതാണ്. പിന്നെ അതിന്റെ പച്ച വേറെ എവിടെ പൊട്ടി പിടിക്കുന്നതെന്ന് കരുതിയുണ്ടല്ലോ, ഈ സാധനം പറിച്ചെടുക്കുന്ന സമയത്ത് ഞാൻ വീണ്ടും തിരിച്ചൊട്ടിച്ച് വെച്ചു. അത് നേരത്തെ നമ്മൾ ബ്രഷും പേസ്റ്റും കൂടെ വെക്കാനായിട്ട് വാങ്ങിച്ചായിരുന്നു. അപ്പം ഞങ്ങൾ അതെടുത്ത് മാറ്റി ഗൈസ്. ഒരു ചേഞ്ച് ആരാണ് ആഗ്രഹിക്കാത്തത്? ഇത് ഞങ്ങളുടെ ബെഡ്റൂമിലാണ് കേട്ടോ. അത് അച്ഛൻ ഫിക്സ് ചെയ്തു. ഒരുപാട് സാധനങ്ങൾ വെക്കണ്ട, അതുകൊണ്ടാണ് അത് പറഞ്ഞു താഴെ വീഴുന്നത്. ഓക്കെ, അത് മതി. സിമ്പിൾ ആണ്, പക്ഷെ നൈസാണ് കേട്ടോ. നമ്മൾ പിള്ളേർക്കും പുതിയ ബ്രഷ് ഹോൾഡർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ഡിസ്പെൻസറുമായിട്ട് ഇത് മാച്ച് ചെയ്യുന്നുണ്ടല്ലേ അച്ഛാ? നമ്മുടെ ടവലും അല്ലേ ഓൾമോസ്റ്റ്. അതെ, അച്ഛൻ്റെ ഓർഗനൈസർ റെഡിയായി ഗൈസ്. ഉണ്ടോ? ഇതിനകത്ത് ഇനിയും സാധനങ്ങൾ വരാനുണ്ട്. കളക്ഷൻ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? അതെ, വീടിന്റെ ഫ്രണ്ടിൽ തന്നെ പുതിയ എസ്റ്റേറ്റ് വരുന്നതാണ് ഗൈസ്. അങ്ങേറ്റത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അറിയത്തില്ല, ഇപ്പൊ കാണാതിരിക്കും. അവിടെ വലിയ പണിയൊക്കെ നടക്കുന്നുണ്ട്. ഇതേ വലിയ വണ്ടികളൊക്കെ പോകുന്നു. ഇനിയും ഞങ്ങളുടെ എസ്റ്റേറ്റ് ബിസി ആവും ഗൈസ്. ഒരു പീസ്ഫുൾ ചെറിയ എസ്റ്റേറ്റ് ആയിരുന്നു ഇത്. ഇനിയിപ്പം ആൾക്കാരുടെ എണ്ണം കൂടും. ഇത് പ്ലേ ഗ്രൗണ്ട് ആണ്, പിള്ളേർക്ക് പോയി കളിക്കാം. കുറച്ച് വീടുകളെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങേറ്റം വരെ, കണ്ടോ. പക്ഷെ ഇനിയിപ്പോൾ അവിടെ ഹൗസസ് വരും, തിരക്കാവും. അടുത്ത പരിപാടിയിലേക്ക് കിടക്കുവാണ്. ആഞ്ചല ബേബി താഴെ നീ ഓടി വന്നു ഗൈസ്. ഇവിടെ മനസ്സിലായി. അതെ, ആഞ്ചല നിങ്ങളുടെ ഇത് പോയി നോക്കിയ ബ്രഷൊക്കെ എവിടെ ഇരിക്കുന്നേന്ന് കണ്ടോ? നൈസാണോ? എന്നതാ, ഒട്ടിക്കാൻ പറ്റുമോ? ഒട്ടിക്കാൻ പറ്റുമോ? അതെല്ലാം ഓക്കെ, പെർഫെക്റ്റ് ഓക്കെയാണ്. ജസ്റ്റ് അതൊന്ന് എയർ ബബിൾസ് ഒന്നും ഇല്ലാതെ ഒന്ന് സീൽ ആവണം. ഭിത്തി ഇടിച്ച് അപ്പുറത്തോട്ട് ഇളക്കി ഇടല്ലേ? അതാണ് ഇവിടെയൊക്കെയുള്ള ഭിത്തി എന്ന് പറഞ്ഞാൽ ചിലതൊന്നും ഭിത്തിയല്ല ഗൈസ്, ചുമ്മാ വെറും പ്ലാസ്റ്റർ ബോർഡൊക്കെ കാണത്തുള്ളൂ. സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ ഭിത്തിയും പൊളിച്ച് അടുത്ത ആളുടെ വീട്ടിൽ പോയി കിടക്കും. ഓക്കെ, റെഡി. അങ്ങനെ സോപ്പ് ഉപയോഗിക്കുന്ന ആളവിടെ സോപ്പും വെച്ച് സന്തോഷമായോ? സന്തോഷമായി. അതെ, അങ്ങനെ അടുത്തൊന്നും ഫിറ്റ് ചെയ്തു അല്ലേ അച്ഛാ? അങ്ങനെ അടുത്തും ഫിറ്റ് ചെയ്തു. പഴയ സോപ്പ് ഡിഷ് ഞാനിങ്ങ് എടുത്തു. അത് നമ്മൾ പഴയതെന്ന് പറഞ്ഞാൽ ഒത്തിരി പഴയതൊന്നും അല്ല. അത് ഞാൻ നാട്ടിൽ പോയിട്ട് വന്ന് കഴിഞ്ഞപ്പോൾ സോപ്പ് മേടിച്ചപ്പോൾ ഇവിടുത്തെ വാങ്ങിച്ചതാണ്. പക്ഷേ ഇവിടുത്തെ സോപ്പ് ഡിഷ് കാണാൻ അത്ര ഒരു കുഴപ്പമില്ല, സ്റ്റാൻഡേർഡ് ആണ്. പക്ഷെ മറ്റേത് നല്ല രസമുണ്ട്. നമ്മൾ അവിടെ ഫിറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. ഇത് വാങ്ങിക്കരുത് ഗൈസ്, കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷെ ഇത് കണ്ടോ, ഞാൻ വിചാരിച്ചു ഇതിന്റെ അടി തുളയുണ്ടെന്ന്. തുളയില്ല ചേച്ചാ, ഇതിന്റെ അടിയിലോട്ട് ഇറങ്ങത്തില്ലല്ലോ ഇത്.
എനിക്കധികം ബ്രഷ് ഇല്ല കൈസ്, അത് വേറെ കാര്യം. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്കധികം ബ്രഷ് ഇല്ലെന്ന്. ബ്രഷ് ഉണ്ട്, അത് നമ്മുടെ ആ മറ്റേ കബോർഡിൽ ഇരിക്കുക. പിന്നെ ഒരു രസം. അങ്ങനെ ഞങ്ങളുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു. വാ ബേബി. അയ്യോ ബ്രഷ് അവിടെ കൊണ്ടുവച്ച മുത്തേ, ബ്രഷ് അവിടെ കൊണ്ടുവച്ച കുഞ്ഞെ. അയ്യോ മതി മതി, വാ വാ താഴോട്ട് പോവാ. അപ്പൊ ഞങ്ങൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. അച്ഛന് 2 മണിയാകുമ്പോ പോണം അല്ലേ ചേച്ചാ? എനിക്ക് 2 മണിക്ക് ക്ലാസ് അച്ഛന് 2 മണിക്ക് ക്ലാസ് തുടങ്ങും. അപ്പോൾ 1 മണിക്ക് പോകുമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് 1:30 ആകുമ്പോഴത്തേന് അമേലിയെ പോയി കളക്ട് ചെയ്യണം. അതിനുശേഷം അമേലിയെ ലഞ്ച് കഴിച്ചിട്ടായിരിക്കും വരുന്നത്. പിന്നെ ആഞ്ചലാക്ക് അതിൻ്റെ ഇടയ്ക്കൂടെ ഫുഡ് കൊടുക്കണം. പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കും. അപ്പോഴത്തേന് അച്ഛൻ വരുമായിരിക്കും. എത്ര വരെയാ? 4 മണി വരെ. അപ്പോൾ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട് ലിമറിക്കിൽ നിന്ന്. അപ്പം ഇവർ 2 പേരും കൂടെ ആയിരിക്കും പോകുന്നത്. അത് കഴിഞ്ഞ് വൈകുന്നേരം എനിക്ക് ഇച്ചിരി നേരം 1 hour ഒന്ന് ജിമ്മിൽ പോകണം. പിന്നെ അങ്ങനെ ഇന്നത്തെ ദിവസം കഴിയും ഗൈസ്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ചെറിയൊരു വീഡിയോ. അപ്പോൾ പുതിയ വീഡിയോസും അപ്ഡേറ്റ്സും ഒക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും.